പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ആൾ-ഇൻ-വൺ ഇങ്ക് ടാങ്ക് മോണോക്രോം പ്രിന്ററായ എപ്സൺ M2170 എന്ന പ്രിന്റർ ഉബുണ്ടുവിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത് ഗൂഗിളിൻ്റെ ഹോം പേജ് എടുക്കുക. അവിടെ എപ്സൺ M2170 ഡ്രൈവർ ഡൗൺലോഡ് നൽകി ജസ്റ്റ് ഡ്രൈവർ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ഫസ്റ്റ് തന്നെ epson.com.in എപ്സൺ ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കാണാം. അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. അവിടെ ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിൽ ലിനക്സ് എന്നൊരു വെർഷൻ കാണാൻ സാധിക്കും. വിൻഡോസിൻ്റെയും മാക്കിൻ്റെയും പല വെർഷൻസ് കാണിക്കുമെങ്കിലും ലിനക്സിന് ഒറ്റൊരു ഫയൽ ഉണ്ടാവുകയുള്ളൂ. ജസ്റ്റ് അത് ലിനക്സ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ ഗോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പേജ് ഒന്നുകൂടി റീലോഡായി വരുന്നതാണ്. അവിടെ നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷനായിട്ട് കാണാൻ സാധിക്കും ലിനക്സ് പ്രിൻ്റർ ഡ്രൈവർ 32 ബിറ്റ് 64 ബിറ്റ് എന്നുള്ള കാണാൻ. നേരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡൗൺലോഡ് എന്ന ഓപ്ഷന്. ആ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് പേജിലോട്ട് പോകും. അവിടെ അക്സെപ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അക്സെപ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും ശ്രദ്ധിക്കാതെ അവിടെ ലാസ്റ്റ് ഒരു 64.deb എന്ന് കൊടുത്തത് കാണാൻ സാധിക്കും. ഏറ്റവും താഴെ രണ്ടാമതായിട്ട് വരുന്നത് ആ ഫയലാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അതിന് നേരെ കാണുന്ന ഡൗൺലോഡ് എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഫയൽ ഡൗൺലോഡിങ് ആവുന്നതാണ്. ഡൗൺലോഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഡൗൺലോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ചെയ്യാനുള്ള ഡൗൺലോഡ് ചെയ്ത ഫയൽ ഡൗൺലോഡ്സ് ഓപ്പൺ ചെയ്യുക. അവിടെ നമ്മൾ ആ ഡൗൺലോഡ് ചെയ്ത ഫയലിൻ്റെ ഓപ്പൺ ഫോൾഡർ കൊടുക്കണം. ഷോ ഫോൾഡർ എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ഡൗൺലോഡ് ചെയ്ത ഫയലിൻ്റെ ഫോൾഡർ ഓപ്പൺ ആയി വരുന്നു. അവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അതിൽ നിങ്ങൾക്ക് ഉണ്ടാവും രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ടാവും. അവിടെ ജസ്റ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാളേഷൻ പാക്കേജ് ഫയൽ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ ഇൻസ്റ്റാൾ എന്നുള്ളത് കൊടുക്കുന്നു. അപ്പോൾ സിസ്റ്റത്തിന് പാസ്വേഡ് പെർമിറ്റഡ് ആണ്. പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതോടുകൂടി ഇൻസ്റ്റാളിങ് സ്റ്റാർട്ട് ആവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ആൾറെഡി നിങ്ങൾ USB കണക്ട് ചെയ്തിരിക്കണം. USB കേബിൾ കമ്പ്യൂട്ടറും പ്രിൻ്ററും തമ്മിൽ കണക്റ്റഡ് ആയിരിക്കണം. അതേപോലെ 18 മുകളിലുള്ള ഉബുണ്ടു വെർഷൻസിൽ മാത്രമേ ഇത് സപ്പോർട്ട് ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് സിസ്റ്റത്തിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് പ്രിൻ്ററിനെ ആഡ് ചെയ്യുകയാണ് വേണ്ടത്. അതിന് നിങ്ങൾ സിസ്റ്റത്തിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സിൽ ഉണ്ടാവും പ്രിൻറ്റിങ് സെറ്റിങ്സ് വരുന്നതാണ്. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. സെറ്റിങ്സ് എടുത്തു. സെറ്റിങ്സിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രിൻറ്റേഴ്സ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുമ്പോൾ അവിടെയുള്ള ആ കമ്പ്യൂട്ടറുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രിൻറ്റേഴ്സിൻ്റെ ലിസ്റ്റ് കാണിക്കുന്നതാണ്. ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് മുകളിൽ കാണുന്ന ഗ്രീൻ കളറിൽ കണ്ടില്ല ആഡ് എ പ്രിൻ്റർ എന്നാണ് ഓപ്ഷൻ. അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുന്ന കുറച്ച് നേരം ഈ ഒരു ലോഡിങ് ഉണ്ടാവും. എന്നിട്ട് അവിടെ കണക്റ്റഡ് ആയ എല്ലാ ഡിവൈസുകളും പേര് കാണിക്കുന്നതാണ്. അതിൽ നമ്മൾ USB കണക്ട് ചെയ്തുകൊണ്ട് നമ്മളെ പ്രിൻ്ററിൻ്റെ പേര് ഇവിടെ കാണിക്കുന്നുണ്ട്. അത് ജസ്റ്റ് സെലക്ട് ചെയ്തുകൊണ്ട് ആഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മളിവിടെ ഈ പ്രിൻറ്റേഴ്സിൻ്റെ ലിസ്റ്റിൽ ഇവിടെ നമ്മുടെ പ്രിൻ്റർ ഇപ്പോൾ ആഡായി വന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ആ പ്രിൻ്ററിൻ്റെ പേരിൻ്റെ നേരെ താഴെ റെഡി എന്നുള്ളത് കാണിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഏകദേശം നമ്മൾ ചെയ്ത പ്രോസസ് എല്ലാം സക്സസ്ഫുള്ളി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ടെസ്റ്റ് പേജ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ സെറ്റിങ്സിൽ പോയിട്ട് പ്രിൻ്റർ പ്രോപ്പർട്ടീസ് എടുത്തു. അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുകളിൽ പ്രിൻറ്റ് ടെസ്റ്റ് പേജ് എന്നുള്ളതുണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കമ്പ്യൂട്ടറിൽ നിന്നും പ്രിൻ്ററിലേക്ക് കമാൻഡ് പാസ് ചെയ്താണ് പ്രിൻറ്റ് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതേപോലെ ഇനി നിങ്ങൾ എന്തെങ്കിലും ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് Ctrl+P അല്ലെങ്കിൽ പ്രിൻ്റ് എന്നുള്ള കൊടുത്ത് നോക്കുക. പ്രിൻ്റ് വരുന്നതായിരിക്കും. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സിസ്റ്റം ഒന്ന് ജസ്റ്റ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ മതി. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.